ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി നക്ഷത്ര ഒരു വൈറ്റ് ഗോൾഡ് ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ നമ്മുടെ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ലക്ഷ്മി നക്ഷത്ര വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അനുമോളും രേണുവും ബിഗ് ബോസിൽ ഉണ്ടായതുകൊണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറിയാമായിരുന്നു. അതുപോലെ ഈ മീഡിയാസ് അവരോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ബിഗ് ബോസിൽ ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചു. ഫേവറേറ്റ് അനുമോൾ എന്ന് തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരിക്കുന്നത്. അനുമോളെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്, അനുമോൾ സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിന്നിട്ട്, കുഞ്ഞു കുട്ടിയെ പോലെ എല്ലായിടവും ഇപ്പൊ ബിഗ് ബോസിൽ നിൽക്കുന്ന പോലെ അത്രയും ബോൾഡ് അല്ലായിരുന്നു, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിന്നിട്ട് ഇപ്പൊ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ബിഗ് ബോസിൽ അനുമോൾ കളിക്കുന്നത് എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരിക്കുന്നത്. വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. അനുമോൾ കരയുന്നുണ്ട്, പക്ഷെ അനുമോൾ അതുപോലെ കണ്ടന്റും ബിഗ് ബോസിൽ കൊടുക്കുന്നുണ്ട്. അത്രയും പേരെതിരെ അനുമോൾക്കെതിരെ വന്നിട്ട് പോലും അനുമോൾ വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ച് തന്നെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു ദിവസം പോലും അനുമോളുമായിട്ടൊരു വഴക്കില്ലാത്ത ഒരു ദിവസങ്ങൾ ഉണ്ടാകാറില്ല മറ്റുള്ളവർ. അപ്പോൾ അതിനോടെല്ലാം ചേർത്ത് നിന്ന് അനുമോൾ ഇപ്പോൾ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയും പറഞ്ഞിരിക്കുന്നത്. അനുമോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ അപ്പം അവർ ചോദിക്കുന്നുണ്ട്, അനുമോൾ എപ്പോഴും കരച്ചിൽ കാർഡ് ഇറക്കുന്നുണ്ട്, അത് ഫേക്ക് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്ര മറുപടി ആയിട്ട് പറയുന്നുണ്ട് നക്ഷത്രയുടേത്. കാരണം ഒരാൾക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാനാണെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ഒരാൾക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഇപ്പോൾ ഏതാണ്ട് 3ാമത്തെ ആഴ്ചയിലേക്ക് അവർ കടന്നിരിക്കുന്നു. 3ാമത്തെ ആഴ്ച വരെ അനുമോൾക്കെന്നല്ല ഒരാൾക്കും അതിൽ ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം. അത് തന്നെയാണ്. അനുമോൾ കരയുന്നുണ്ട്, ശരിയാണ്, കരയുന്നുണ്ട്. പക്ഷെ അതുപോലെ കണ്ടന്റും അനുമോൾ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിന് ആവശ്യം, ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ആവശ്യം കണ്ടന്റുകളാണ്. അപ്പം അതിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു പ്രധാന ഗെയിമറാണ് അനു എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെയും അഭിപ്രായം. അത് തന്നെയാണ്. മീഡിയാസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ അനുമോൾ കപ്പും കൊണ്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്നോണം ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട്, എത്ര ദിവസം നിൽക്കുന്നു ഉള്ളതിലല്ല കാര്യം, എത്ര കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ആ ഒരു കാര്യത്തിൽ അനുമോൾ സക്സസ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് മീഡിയക്കാരോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര, നിങ്ങൾ അവിടെ എത്ര പേരാണ് അനുമോളെ പോലെ കണ്ടന്റ് കൊടുക്കുന്നത്, എത്ര പേരുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. സത്യമാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്, കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. രേണയെ പോലുള്ളവർ വെറുതെ ആൾക്കാർ ട്രിഗർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ നാച്ചുറലായിട്ട് വരുന്ന സന്ദർഭം കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോള്, അക്ബർ, അനീഷ്, ജിസേൽ എന്നിവരൊക്കെയാണ്. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് കണ്ടന്റിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്കും ഉള്ളത്. മാത്രമല്ല അനീഷിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് അനീഷും നല്ലൊരു ഗെയിമറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചോദ്യത്തിൽ ആരെ സപ്പോർട്ട് ചെയ്യും, അനുമോളെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രേണു സുധീനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ഷോയ്ക്ക് പോകുന്ന കാര്യം ഇവരെല്ലാവരും മീഡിയയിലുള്ളതാണ്. ഏഷ്യാനെറ്റിൽ ഇങ്ങനൊരു ഷോ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ കുറെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അനുമോൾ ആണെങ്കിൽ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ അനുമോൾ ഇവരോട്, ലക്ഷ്മി നക്ഷത്ര ചേച്ചി അങ്ങനെ ഒരു അനിയത്തി ചേച്ചി ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്, ലക്ഷ്മി നക്ഷത്രയോട് വന്ന് ചോദിക്കുകയും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ തന്നെയാണ് അനുമോള് ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ രേണു സുധി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം അറിയിച്ചിട്ട് പോലുമില്ല. അപ്പം നാച്ചുറലി നമ്മളായാലും ഓഫ്കോഴ്സ് നമ്മളോട് വിവരങ്ങൾ പറഞ്ഞു പോകുന്ന ഒരാൾ മാത്രമല്ല, അയാൾ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മളുമായിട്ട് ആരാണോ കോണ്ടാക്ട് ഉള്ളത് അവരെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര അനുമോളെ കുറിച്ച് പറഞ്ഞതും. പിന്നെ ഈ തലയിലെ പേന്റെ കാര്യമൊക്കെ ചോദിച്ചു, അനുമോൾ അത് പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി വളരെ നല്ലൊരു മറുപടി തന്നെയാണ് പറഞ്ഞത്. അത് സംസാരിക്കേണ്ട വേദിയല്ല ഇത്, എങ്കിലും വീണ്ടും അവർ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അത് ബിഗ് ബോസ് കൊടുത്തൊരു ഗെയിമാണ്, ഹൈജീൻ ഗെയിമാണ്. അതിന്റെ ബിഗ് ബോസിന്റെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി, അതിൽ നിന്ന് ആ കണ്ടസ്റ്റൻസിൽ നിന്ന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റിയ ഒരാളെ തന്നെയാണ് ചൂസ് ചെയ്തത്. അത് ബിഗ് ബോസിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്, മറിച്ച് അത് രേണുവിനെ കുറ്റം പറഞ്ഞതല്ല, ബിഗ് ബോസിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണെന്ന് തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കണ്ടന്റിന്റെ രേണു അത് കണ്ടന്റാക്കി ദിവസം മൊത്തവും ഇരുന്നു എന്ന് പറഞ്ഞത് രേണു അത് കണ്ടന്റ് ആക്കിക്കോട്ടെ, അത് രേണുവിന്റെ സ്ട്രാറ്റജിയാണ്. രേണു നന്നായിട്ട് കളിച്ച് നല്ല കണ്ടന്റുകൾ ബിഗ് ബോസിൽ കൊടുത്താൽ രേണുവിന്
രേണുവിന് നന്നായിട്ട് ജയിച്ചു വരാമെന്നാണ് രേണുവിന്റെ ഗെയിമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്ര മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്മി നക്ഷത്രയുടെ ഈ വീഡിയോയുടെ ചില കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അനു എപ്പോഴും നമ്മൾ കുഞ്ഞുകുട്ടിയായിട്ടാണ് സ്റ്റാർ മാജിക്കിൽ കാണാറില്ലേ, പക്ഷെ ആ ഒരു അനു ഇവൻ കരയുന്നത് അതിപ്പോ എന്താ ചെയ്യാ, മനുഷ്യന്മാരല്ലേ. ഞാൻ പോയാലും ഞാൻ കരയണതായിട്ട് നിങ്ങൾ കാണും. നാളെ വേറെ തമ്പിടരുത്. ഇത് കണ്ടന്റ് കൊടുക്കലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയണേ. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ലൈക്ക് ഒരാൾക്ക് ഇപ്പം ലൈക്ക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് ലൈക്ക് ഫേക്ക് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു, ഇപ്പം 3 വീക്സ് ഒക്കെ ആയില്ലേ. അപ്പം അതാണ് അനു. നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ കൂടെയും കണ്ടിട്ടില്ലേ, അനു അങ്ങനെയാണ്. പക്ഷേ അനു ഇത്രയും ബോൾഡുമാണ്. ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ ലൈക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കണില്ലേ, അതും മനസ്സിലാക്കിച്ചിടത്തോളം അവൾ എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. എത്ര ദിവസം എന്നുള്ളതല്ല, ലൈക്ക് എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു, എങ്ങനെ ഗെയിം സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ അൾട്ടിമേറ്റ്ലി എല്ലാവരും 100 days ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ആൻസർ ചെയ്തിട്ട് ഒരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയുള്ളവർ അനു ഇതിനു മുമ്പും പല കാര്യങ്ങളും നമുക്ക് ഹേർട്ടായ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.